പ്ലസ് ആപ്പ് ഉപയോഗിച്ച് കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്ത് പ്രൊമോഷൻ ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ക്ലാസ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ, ഏതാണ് വിഷയം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത് മാത്രം സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിലപ്പുറം നമുക്ക് അറബിക് സെലക്ട് ചെയ്യാൻ ഒരു പ്രയാസം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് സമ്പൂർണ്ണ പ്ലസ് ഓപ്പൺ ചെയ്യുക. ക്രോം എടുത്ത് സമ്പൂർണ്ണ പ്ലസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡെല്ലാം കൊടുത്ത് നമ്മളതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് എന്ന് കൊടുത്ത് നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് കാണുന്നത്, ആപ്പിൽ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ മൊബൈൽ സൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രയാസമുള്ളത്. നമ്മളിതിനെ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പരിഹാര മാർഗം കാണാവുന്നതാണ്. നമ്മളല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുക. ക്ലാസ് സെലക്ട് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അറബിക്ക് മറ്റ് വിഷയങ്ങളെല്ലാം അവിടെ കാണാം. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് സേവ് ചെയ്ത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ A3-ലോ A4-ലോ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്.